ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സജിൽസ് ടെക്സിൻ്റെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് മറ്റൊരു എയർ ഡ്രോപ്പ് വീഡിയോ ആണ്. അതായത് പൈക്കോയിൻ പോലെ തന്നെ മൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എയർ ഡ്രോപ്പാണ്. കെ ലിങ്ക് എന്നാണ് ഈ എയർ ഡ്രോപ്പിൻ്റെ പേര്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ എൻ്റെ ബാലൻസ് ഉള്ള ടോക്കൺസ് ആണിത്. ഇതിൽ ഒരു റെഫറൽ പോലും എനിക്കില്ല. അല്ലാതെ തന്നെ ഡെയിലി ടാസ്കുകൾ ചെയ്തിട്ട് നമുക്ക് ടോക്കൺസ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്ന ലിങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് മുഖേന നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ 1000 ടോക്കൺസ് ലഭിക്കും. അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾ ഇതിൽ നിന്ന് ഇതുപോലെ ടോക്കൺസ് ക്ലെയിം ചെയ്ത് എടുക്കാൻ സാധിക്കും. ഈ ഒരു എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മൈൻ ചെയ്ത് എടുക്കലാണ്. നമ്മളുടെ പൈ നെറ്റ്വർക്കൊക്കെ പോലെ തന്നെ മൈൻ ചെയ്യുന്ന ഒരു എയർ ഡ്രോപ്പാണ്. പക്ഷേ അത് മൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 21 ടാസ്കുകൾ ഇതിൽ കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ താഴത്ത് കാണുന്ന ഈ ഒരു സെക്ഷൻ എടുക്കുക. ഇതിൽ മാക്സിമം ടാസ്കുകളും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഫസ്റ്റ് തന്നെ ഇവരുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യലാണ്. ഓക്കെ, ദെൻ ക്ലെയിം ചെയ്തെടുക്കുക. സാധാരണ എയർ ഡ്രോപ്പൊക്കെ പോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പുള്ള ചെയ്തിട്ടുള്ള എയർ ഡ്രോപ്സ് എല്ലാം പോലെ തന്നെ. അതുപോലെ തന്നെ ജോയിൻ ഇവിടെ നിങ്ങൾക്ക് കാണാം, സക്സസ് എന്ന് പറഞ്ഞിട്ട് ഡൺ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഒരു എയർ ഡ്രോപ്പ് എടുക്കുക, ജോയിൻ ക്ലിങ്ക് TG ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിലും ജോയിൻ ചെയ്യുക. വീണ്ടും തിരികെ വരിക, അതും കൂടി ക്ലെയിം ചെയ്തെടുക്കുക. അങ്ങനെ മാക്സിമം ഈ കാണുന്ന ഓഫേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഡൺ കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളുടെ ടോക്കൺസ് ഇവിടെ കൂടിയിരിക്കുന്നത് ഏകദേശം 26,000 ടോക്കൺസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. സാധാരണ എയർ ഡ്രോപ്പ് പോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേക്കും ലിസ്റ്റിംഗ് ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുവരെ മാക്സിമം നമ്മൾ ഈ സംഭവങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇതിൽ കൊടുത്തിരിക്കുന്ന ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ക്ലെയിം ചെയ്യുക. പിന്നെ ഒരു ഓപ്ഷൻ ഏറ്റവും മുകളിൽ കണക്ട് ടോൺ വാലറ്റ്. നമ്മളുടെ ടോൺ വാലറ്റ് ഇതിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ 2,50,000 ടോക്കൺസ് നമുക്ക് ലഭിക്കും. ഞാനിപ്പോൾ എൻ്റെ ടോൺ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ കണക്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കിട്ടും. ഈ ഒരു വാലറ്റിലായിരിക്കും നമുക്ക് ലഭിക്കുന്ന ആ ഒരു എയർ ഡ്രോപ്പ് വരുന്നത്. തീർച്ചയായിട്ടും ഒരു ടോൺ വാലറ്റ് നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരിക്കണം. ഇത് ടോൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് ആയത് കാരണം ഈ ഒരു വാലറ്റിലേക്കായിരിക്കും നിങ്ങൾ കണക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് വരുന്നത്. ടോൺ വാലറ്റ് അല്ലെങ്കിൽ മറ്റുള്ള ടോൺ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും വാലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഇത് നമ്മളുടെ ബാലൻസ് ഇവിടെ നോക്കുമ്പോൾ ആ ഒരു ടോക്കൺസ് കൂടി ഇതിൽ ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മാക്സിമം ഇതുപോലുള്ള ഓഫേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കണക്ട് ക്ലിങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, ക്ലിങ്ക് വാലറ്റ് ആണ്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണിത്. ക്ലിങ്ക് വാലറ്റ് ക്രിപ്റ്റോ റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഫോണിലേക്ക്. ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ കൺട്രി സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ ചെക്കിങ് ദിസ് ബോക്സ്, ആ ഒരു ചെക്ക് ബോക്സ് കൂടി പ്രസ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും, അതിവിടെ റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ദെൻ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യണം, ഒരു സെക്യൂരിറ്റി പിന്നാണ്. വീണ്ടും ഒന്ന് റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അലോ നോട്ടിഫിക്കേഷൻ, ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കുക, ദെൻ അലോ കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ അപ്പോൾ ക്ലിങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് അല്ലെങ്കിൽ വാലറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ കുറച്ച് ടാസ്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ലേൺ ഹൗ കെ ലിങ്ക് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ടോക്കൺസ് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ 10,000 ടോക്കൺ. അതുപോലെ തന്നെ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു യൂസർ നെയിം ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, സേവ് ചേഞ്ചസ് കൊടുക്കുക. അങ്ങനെ എല്ലാ ടാസ്കും നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ആവുള്ളൂ. ഇനി അപ്ലോഡ് പ്രൊഫൈൽ പിക്ചർ, ഒരു പ്രൊഫൈൽ പിക്ചർ ഇമേജ് നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അതിനുശേഷം കുറച്ചുകൂടി ടോക്കൺസ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നീടുള്ളത് ജോയിൻ, ഇവരുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണ്. ടെലഗ്രാം ആപ്പ് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ ഓൾറെഡി നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ജോയിൻ ആയിട്ടുണ്ട് അത് ഓൾറെഡി. അപ്പോൾ അത് ഐ ജോയിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക, വീണ്ടും ആ ടോക്കൺസ് ലഭിക്കും. പിന്നീടുള്ളത് ഫോളോ ഓൺ എക്സ്, ഇതും ഓൾറെഡി നമ്മളതിൽ ചെയ്തിട്ടുണ്ടാവും, അതും ഐ ജോയിൻഡ് കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടോക്കൺസ് എല്ലാം കംപ്ലീറ്റ് ആകും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ആകുകയും ചെയ്യും.
അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം എയർ ഡ്രോപ്പ് ലഭിക്കുമ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷനിലേക്കായിരിക്കും. ആ ഒരു പോയിന്റ്സ് കൺവേർട്ട് ചെയ്തിട്ട് K-Link ടോക്കണായി മാറുന്നത്. പിന്നീട് മുകളിൽ ഏൺ മോർ K-Link എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഇതാകുമ്പോൾ ഇതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ മറ്റു കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതൊന്നും നമ്മൾ ചെയ്യേണ്ട. നമ്മളിപ്പോൾ ഫ്രീ ടാസ്കുകളാണ് കൂടുതലും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെയിലി ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ടോക്കൺസ് നമുക്ക് ലഭിക്കും. അത് ക്ലെയിം ചെയ്തെടുക്കുക. മാക്സിമം ഡെയിലി കിട്ടുന്ന പോയിന്റ്സ് എല്ലാം നമ്മൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം 5000 പോയിന്റ്സ് ഏൺ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുന്നതിലൂടെയും നമുക്ക് ടോക്കൺസ് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് എടുക്കാനും സാധിക്കും. അതെല്ലാം 1 by 1 ആയിട്ട് നമ്മൾ ചെയ്യുക. ഫ്രണ്ട്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന റെഫറൽ ലിങ്ക് ഇതായിരിക്കും നിങ്ങൾക്ക്. ഇത് USDT ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ USDT ആയിട്ട് അല്ലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്, പോയിന്റ്സ് ആയിട്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ആദ്യം തന്നെ ചെയ്യുക നിങ്ങൾ. ഇനി തിരിച്ച് നമ്മളുടെ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് വരിക. ഇനി ടാസ്കിലേക്ക് വരുമ്പോൾ കണക്ട് ക്ലിങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓൾറെഡി ഡൗൺലോഡഡ് എന്ന് പറയുന്ന ആ ഒരു താഴെ കാണുന്ന സെക്ഷനിൽ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ലോഗിൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അക്കൗണ്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ചിലപ്പോൾ ആദ്യത്തെ 2 പ്രാവശ്യം ചില എറർ കാണിക്കും. വീണ്ടും ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കാണിക്കും. ദെൻ ഡൺ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എയർ ഡ്രോപ്പ് സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്നിട്ട് നമ്മൾ ആ ഒരു ടോക്കൺസ് കൂടി ക്ലെയിം ചെയ്തെടുക്കണം. ഓക്കെ, ഡൺ. ഇടയ്ക്ക് ഓരോ സെക്ഷൻ കഴിയുമ്പോഴും നിങ്ങൾ എയർ ഡ്രോപ്പ് സെക്ഷൻ എടുത്ത് നോക്കുക. ആ ഒരു ടോക്കൺ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ടോക്കൺ ആഡ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ അതുപോലെ ഓരോ സെക്ഷൻ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി ജോയിൻ ക്ലിങ്ക് ഓൺ ഡിസ്കോഡ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഡിസ്കോഡ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വേണം. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു സോഷ്യൽ മീഡിയ ആപ്പാണത്. അതുകൂടി ക്ലെയിം ചെയ്തെടുക്കുക. മാക്സിമം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളത് മുഖേന ജോയിൻ ചെയ്യുക ഇതിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ റെഫറൽസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ റെഫറൽസിനും നിങ്ങൾക്ക് 2500 ടോക്കൺസ് വെച്ച് കിട്ടും. റെഫർ ചെയ്യുന്ന നിങ്ങൾക്ക് കിട്ടും, ജോയിൻ ചെയ്യുന്ന ആൾക്കും 2500 ടോക്കൺസ് വെച്ച് കിട്ടും. ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ടോക്കൺസ് ആഡായി വരുള്ളൂ. ഇവിടെ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് റെഫറൽ മസ്റ്റ് കംപ്ലീറ്റ് ടാസ്ക് ടു കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ റെഫറൽ പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാക്സിമം ടോക്കൺസ് കളക്ട് ചെയ്ത ആളുകളുടെ ലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ ദിവസമായിട്ട് ചേഞ്ച് ആയി വരും. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യലാണ് ഇവരുടെ. അതുകൂടി ഒന്ന് വ്യൂ ചെയ്യുക. അപ്പോൾ 5000 ടോക്കൺസ് കിട്ടും. ഓക്കെ, ബാക്ക് വരിക. ദെൻ അത് ക്ലെയിം ചെയ്തെടുക്കുക. പിന്നെ ഒരു ഓപ്ഷൻ ഫോളോ ക്ലിങ്ക് ഓൺ ടിക്ടോക്ക് ആണ്. ടിക്ടോക്ക് എന്തായാലും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല, നമ്മളുടെ ഇന്ത്യയിൽ ബ്ലോക്കാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ബാക്ക് പോവുക. അതുകൂടി ക്ലെയിം ചെയ്തെടുക്കുക. അതെന്തായാലും നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും ഇതുപോലെ. ദെൻ യൂട്യൂബ് ലിങ്ക് ജോയിൻ ചെയ്യുക. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാവും. ഏകദേശം 91,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഓൾറെഡി ഇവർക്ക്. ഇപ്പോൾ ക്ലെയിം ചെയ്തെടുക്കുക. ദെൻ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതുകൂടി ക്ലെയിം ചെയ്തെടുക്കുക. ഡൺ. ഇനി എയർ ഡ്രോപ്പ് സെക്ഷൻ എടുത്ത് നോക്കുക, എല്ലാ പോയിൻറ്സും ആഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് സോഷ്യൽ ടാസ്കുകളുണ്ട്. ഇതിൽ ആപ്പ് റിവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതിൽ ചെയ്യാൻ പറ്റുന്നത് മാത്രം നിങ്ങൾ ചെയ്തെടുക്കുക. ഇപ്പോൾ gate.io എന്ന വെബ്സൈറ്റിൽ നമുക്കിപ്പോൾ കയറാൻ ചിലപ്പോൾ പറ്റില്ല, KYC കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറയുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ക്ലെയിം ചെയ്തെടുക്കുക. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ കൊടുക്കാനാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു റിവ്യൂ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പോസ്റ്റ്, ദെൻ ക്ലെയിം. ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ മാത്രം നിങ്ങൾ ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ബാക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. റിട്ടേൺ പോവുക, ജസ്റ്റ് ഇവിടെ നിന്നിട്ട് ക്ലെയിം ചെയ്തെടുക്കുക. ഓക്കെ, എല്ലാ ടാസ്കും ഇതുപോലെ നിങ്ങൾ മാക്സിമം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചെയ്തെടുക്കുക. അല്ലാത്തത് ഇതുപോലെ ക്ലെയിം ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലത്തെ ടാസ്ക് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ലൈക്ക് ചെയ്യുക. ഓക്കെ, റീട്വീറ്റ് ചെയ്തെടുക്കുക. ദെൻ ക്ലെയിം ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. എന്തായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ കാണാം സ്റ്റാർട്ട് മൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ വന്നിരിക്കുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ 8 hours ആകുമ്പോഴും നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ള മൈനിങ് ആപ്പൊക്കെ 24 hours 12 hours ഒക്കെയാണ്. പക്ഷേ ഇത് 8 hours ആകുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൈൻ ചെയ്ത് ബാക്കിയുള്ള ടോക്കൺസ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് 9,76,000 ടോക്കൺസ് ഇപ്പോൾ ആയിട്ടുണ്ട്.
ഇതുപോലെ മൊത്തം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും ടോക്കൺസ് ലഭിക്കും. അതുപോലെ തന്നെ മാക്സിമം റെഫറൽസിനെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലുള്ള എയർ ഡ്രോപ്പുകൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു വെക്കുക. ഫ്യൂച്ചറിൽ ഇപ്പോൾ പൈ നെറ്റ്വർക്കൊക്കെ പോലെ തന്നെ ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള ടോക്കണൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ 8 മണിക്കൂർ കഴിയുമ്പോൾ ഈ മൈനിങ് സ്റ്റോപ്പ് ആവും. വീണ്ടും സ്റ്റാർട്ട് ആവണമെങ്കിൽ ഈ ടാസ്കുകൾ പുതിയ ടാസ്കുകൾ വന്നിട്ടുണ്ടാവും. അത് മാക്സിമം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം സൈൻ അപ്പ് ടു ക്യൂ കോയിൻ. ഇതെല്ലാം ഓൾറെഡി നമ്മളിപ്പോൾ ക്യൂ കോയിൻ അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു അക്കൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് റിപ്പീറ്റ് തിരിച്ച് വന്നിട്ട് ഇത് ക്ലെയിം ചെയ്തെടുക്കാം. എല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കത് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യണം ഡെയിലി. എന്നാൽ മാത്രമേ വീണ്ടും നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ആവുള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം വീണ്ടും സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ ഈ ടാസ്കുകളെല്ലാം ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് 1 by 1. ഓക്കെ, ഇനി നമ്മൾ എയർ ഡ്രോപ്പ് എടുക്കുമ്പോൾ ആ മൈനിങ് എന്ന് പറയുന്ന ഒരു ടാസ്ക് കൂടി കംപ്ലീറ്റ് ചെയ്യാൻ കാണിക്കുന്നുണ്ട്. ഇവിടെ നോക്കാം നമുക്ക്. ഓക്കെ, ഗോ ടു കെലിങ്ക് വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യലാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് എല്ലാം ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുക. ഇല്ല പറ്റാത്ത ടാസ്കുകളെല്ലാം ജസ്റ്റ് ആ ഒരു ടാസ്കിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ക്ലെയിം ബട്ടൺ വന്നിട്ടുണ്ടാവും. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ടോക്കൺസ് ലഭിക്കും. അതുപോലെ തന്നെ മൈനിങ്ങും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എയർ ഡ്രോപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് മൈനിങ് എന്ന് കാണിക്കും. ആ ബട്ടണിൽ വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, മൈനിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. ഇനി 8 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ടാസ്കുകൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഇതിൽ വരും. അതിൽ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക, വീണ്ടും മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കോപ്പി ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് അത് മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ടോക്കൺസ് കളക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻ ഇപ്പോൾ മൈനിങ് ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ പൈ നെറ്റ്വർക്കിന് ശേഷം വരുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻ എല്ലാം കളക്ട് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയെന്ന് ഇരിക്കില്ല. ഇപ്പോൾ പൈ നെറ്റ്വർക്ക് തന്നെ ഏകദേശം 6 വർഷം എടുത്തു അത് ലിസ്റ്റിംഗ് ആകാനും അതുപോലെ തന്നെ ഓപ്പൺ മെയിനെറ്റൊക്കെ വരാനും. അപ്പോൾ അതുപോലെ സമയമെടുക്കും. പക്ഷേ എന്തായാലും ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇതുപോലുള്ള ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് മൈൻ ചെയ്തെടുക്കുക. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഇപ്പോൾ പൈ നെറ്റ്വർക്കിനൊക്കെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ടോക്കൺസും അതുപോലെ തന്നെ നല്ല എമൗണ്ട് ലക്ഷക്കണക്കിന് രൂപ ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഒരു എയർ ഡ്രോപ്പിൽ നിന്ന്. ഇനിയും ലഭിക്കാനുണ്ട്, മൈഗ്രേറ്റ് ആവാനുണ്ട് ഒരുപാട് ടോക്കൺസ്. പൈ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒരുപാട് പേര് നെഗറ്റീവ് അടിച്ചിരുന്നു, ഇതൊന്നും വർക്കാവില്ല, വെറുതെ നമ്മൾ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ അന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ വീണ്ടും ജോയിൻ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സമയമൊക്കെ ഒരുപാട് കഴിഞ്ഞുപോയി, നല്ല രീതിയിലുള്ള ഏർണിങ്സ് ലഭിക്കാനുള്ള സമയം കഴിഞ്ഞുപോയി. എന്നിരുന്നാലും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോഴും ചെയ്യാം, പൈ നെറ്റ്വർക്ക് ആയാലും ഇതായാലും. അതുപോലെ മറ്റൊരു ആപ്ലിക്കേഷനും കൂടിയുണ്ട്, വരും ദിവസങ്ങളിൽ ഞാൻ അതിൻ്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഇടുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും തന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.